48ാമത്തെ ശ്ലോകം നോക്കാം. ബ്രഹ്മാവർത്തം ജനപദമഥച്ഛായയാ ഗാഹമാന ക്ഷേത്രം ക്ഷത്രപ്രധനപിശുനം കൗരവം തദ്ഭജേഥാ രാജന്യാനാം ശിതശരശതൈര്യത്ര ഗാണ്ഡീവധന്വാ ധാരാപാതൈസ്ത്വമിവ കമലാന്യഭ്യവർഷൻ മുഖാനി. ബ്രഹ്മാവർത്തം ജനപദം അഥ ഛായയാ ഗാഹമാന ക്ഷേത്രം ക്ഷത്രപ്രധനപിശുനം കൗരവം തത് ഭജേഥാ രാജന്യാനാം ശിതശരശതൈഃ യത്ര ഗാണ്ഡീവധന്വാ ധാരാപാതൈഃ ത്വം ഇവ കമലാനി അഭ്യവർഷൻ മുഖാനി എന്ന് 48ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം. അപ്പോ അഥ അഥ എന്ന് പറഞ്ഞാല് അനന്തരം എന്നാണ് അർത്ഥം. എല്ലാവർക്കും അറിയണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബ്രഹ്മാവർത്തം നാമ ജനപദം, ബ്രഹ്മാവർത്തം എന്നു പേരായ ജനപദത്തിലേക്ക് ഗാഹമാന ഛായയാ ഗാഹമാന ഛായയാൽ പ്രവേശിച്ചുകൊണ്ട് ഭജേഥ എന്നാണ് ക്രിയാരൂപം. ഇവിടെ ഭജേഥ എന്ന വാക്കിന് പോയാലും എന്നാണ് കേട്ടോ അർത്ഥം. ഭജ് എന്ന ധാതുവിന് നിരവധി അർത്ഥങ്ങളുണ്ട്. അപ്പോ അതില് ഇവിടെ ഭജേഥ എന്ന ആത്മനേപദത്തില് ഉപയോഗിച്ചിട്ടുള്ള ലോട്ടിന്റെ രൂപാണ് ക്ഷേത്രം ഭജേഥ, ക്ഷേത്രത്തെ പ്രാപിച്ചാലും. എങ്ങനെയുള്ള ക്ഷേത്രത്തെ? ക്ഷത്രപ്രധനപിശുനം കൗരവം ക്ഷേത്രം, ക്ഷത്രപ്രധനപിശുനവും കൗരവവുമായ ക്ഷേത്രത്തെ പ്രാപിച്ചാലും. എന്താണ് ക്ഷത്രപ്രധനപിശുനം എന്ന വാക്കിനർത്ഥം പറയുന്നത്? ക്ഷത്രപ്രധനപിശുനം, ക്ഷത്രപ്രധനപിശുനമായിട്ടുള്ള കുരുപാണ്ഡവ യുദ്ധ സൂചകം എന്നാണ് അർത്ഥം. ക്ഷത്രപ്രധനം കൊണ്ട് പിശുനമായിട്ടുള്ള കൗരവക്ഷേത്രം, കുരുക്കന്മാരുടെ ക്ഷേത്രം, കുരുക്ഷേത്രം ഭജേഥ വ്രജ. എങ്ങനെ? അതാണ് ഇവിടെ വളരെ ഭംഗിയായിട്ട് പറയുന്നത്. ബ്രഹ്മാവർത്തം നാമ ജനപദം ഛായയാഗാഹമാന, ഛായാരൂപേണ പ്രവേശിച്ചിട്ട് ക്ഷത്രപ്രധന പിശുനം കൗരവം ക്ഷേത്രം ഭജേഥ, ബ്രഹ്മാവർത്തം എന്ന ക്ഷേത്രത്തിലേക്ക് ഛായാരൂപത്തിൽ മാത്രം പ്രവേശിച്ച് പിന്നീട് കുരുക്ഷേത്രത്തിലേക്ക്, കൗരവർ യുദ്ധം നടത്തിയതിനെ സൂചിപ്പിക്കുന്ന കുരുക്കളുടെ ഭൂമിയിലേക്ക്, ആവാസക്ഷേത്രത്തിലേക്ക് ചെന്നാലും എന്ന് സൂചിപ്പിക്കുകയാണ്. നിഴലുകൊണ്ട് ബ്രഹ്മാവർത്തത്തിൽ ഇറങ്ങി ക്ഷത്രിയർ യുദ്ധം നടത്തിയതിനെ സൂചിപ്പിക്കുന്ന കൗരവക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കണം. അവിടെ എന്താണ് അവിടെ പ്രാധാന്യം എന്ന് പറയുന്നുണ്ട്. അതാണ് അടുത്ത ഉത്തരാർദ്ധത്തിൽ പറയുന്നത്. എന്താണ് അവിടെ? യത്ര ഗാണ്ഡീവധന്വാ, യത്ര കുരുക്ഷേത്രേ ഗാണ്ഡീവധന്വാ. ആരാണ് ഗാണ്ഡീവധന്വാവ്? ഗാണ്ഡീവം ധനുഹു യസ്യ സഹ ഗാണ്ഡീവധന്വാ അർജുനഃ. ഗാണ്ഡീവധന്വാവായിട്ടുള്ള അർജുനൻ ശിതശരശതൈ എന്നാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വ്യാഖ്യാനത്തില്. ശിതശരങ്ങൾ, നിരവധി ശരങ്ങൾ, ആ ശരശതങ്ങളെ കൊണ്ട്, അതികഠിനമായ ബാണശതങ്ങളെ കൊണ്ട് രാജന്യാനാം, രാജന്യന്മാരുടെ, രാജാക്കന്മാരുടെ മുഖങ്ങൾ ധാരാപാതൈ, ധാരാപാതങ്ങളെ കൊണ്ട് കമലാനി ഇവ അഭ്യവർഷയൽ, കമലങ്ങളെ എന്നതുപോലെ അഭ്യവർഷയൽ, അഭ്യവർഷിച്ചു എന്ന് പറഞ്ഞാല് നിരത്തിയിട്ടു, ഉതിർത്തുവിട്ടു എന്നർത്ഥം. അപ്പോ രാജാക്കന്മാരുടെ മുഖങ്ങൾ
മഴ പെയ്യുമ്പോൾ താമരപ്പൂക്കൾ വീണുപോകുന്നത് പോലെ ഗാണ്ഡീവധന്വാവായ അർജുനൻ രാജാക്കന്മാരുടെ മുഖങ്ങളെ വീഴ്ത്തിയിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ കുരുക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാലും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ കമലാനി ഇവ മുഖം വൃഷ്ടവാൻ, വൃഷ്ടിയിൽ എങ്ങനെയാണോ താമരപ്പൂക്കൾ വീണു പോകുന്നത് അതുപോലെ ഈ ഗാണ്ഡീവധന്വാവിന്റെ ആയിരക്കണക്കിന് നൂറുകണക്കിന് ശരങ്ങളെ കൊണ്ട് രാജാക്കന്മാരുടെ മുഖങ്ങൾ നിരനിരയായി വീണുപോയി. ശരവർഷം ആണ് ചെയ്തത്. അപ്പോ ധാരാപാതത്തിന് പകരം ഗാണ്ഡീവധന്വാവ് ശരവർഷം ചെയ്ത് ആ മുഖങ്ങളെ വീഴ്ത്തിയിട്ടു. അങ്ങനെയുള്ള കുരുക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാലും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം മൂർധാഭിഷിക്തോ രാജന്യ എന്ന് അമരകോശത്തിൽ കൊടുത്തിട്ടുണ്ട്. രാജന്യ ശബ്ദം ആദ്യമായിട്ടല്ല വരുന്നത്, രഘുവംശത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒന്നും കൂടെ അത് ആവർത്തിക്കുമ്പോൾ അർത്ഥം നിങ്ങൾ ഓർത്തു വെക്കണം. മൂർധാഭിഷിക്ത രാജന്യ, അഭിഷേകം കഴിഞ്ഞ് രാജസ്ഥാനം നേടിയവനാണ് രാജാവ് കേട്ടോ. പിന്നെ ശിതങ്ങൾ എന്ന വാക്കിന് തീക്ഷ്ണങ്ങൾ എന്നാണ് അർത്ഥം. അതും നോട്ട് ചെയ്ത് വെക്കണം. ശിത ശരശതൈ, ശിതശരം എന്നും ശിതശരം എന്നും കാണാനുണ്ട്. ഞാനിവിടെ ശിതശരശതൈ എന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് തന്നെ നിങ്ങൾക്കും പറയാം. ശിതശരശതങ്ങൾ, തീക്ഷ്ണങ്ങളായ ശരശതങ്ങളെ കൊണ്ട് കുരുക്ഷേത്രത്തിൽ ഗാണ്ഡീവധന്വാവ് രാജാക്കന്മാരുടെ മുഖങ്ങളെ അഭ്യവർഷിച്ചു. അപ്പൊ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏതുപോലെ? ധാരാപാത ഈ കമലാനി ഇവ, മഴ അതികഠിനമായ വൃഷ്ടിയിൽ താമരപ്പൂക്കളെ എന്നതുപോലെ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ബ്രഹ്മാവർത്തത്തിൽ നിഴലുകൊണ്ട് ഇറങ്ങിച്ചെന്ന് അനന്തരം ബ്രഹ്മാവർത്തം എന്നു പേരായ ജനപദത്തിൽ നിഴലോടെ ഇറങ്ങിച്ചെന്ന് അവിടെ നിന്നും ക്ഷത്രിയന്മാരുടെ വധത്തിനു നിദാനമായ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് അങ്ങ് പ്രവേശിച്ചാലും അവിടെ ഗാണ്ഡീവധന്വാവ് എന്താണ് ചെയ്തിട്ടുള്ളത്? രാജാക്കന്മാരുടെ മുഖങ്ങളെ നൂറുകണക്കിന് ശരങ്ങളുടെ നിപാതം കൊണ്ട് ഗാണ്ഡീവധന്വാവ് രാജാക്കന്മാരുടെ മുഖങ്ങളെ താമരപ്പൂക്കളെ, മഴ പെയ്യുമ്പോൾ താമരപ്പൂക്കൾ വീണു പോകുന്നത് പോലെ താമരപ്പൂക്കളെ എന്നതുപോലെ വീഴ്ത്തിയിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുരുക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാലും എന്നാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്.